ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കുക, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ലൊരു ദിവസം തന്നതിന് നന്ദി, നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് നന്ദി, നന്നായിട്ട് ജീവിക്കാൻ സാധിക്കുന്നതിന് നന്ദി. നമുക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ടോ അതിനെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, നോക്കാം എന്താണ് ഇന്നത്തെ എനർജി ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് ക്വീൻ ഓഫ് സോർഡ്സ് ആണ്. ഇത് ഒരു ക്ലാരിറ്റി ഇല്ല, അതുപോലെ അൺബയസ്ഡ് ജഡ്ജ്മെൻ്റ് ഒക്കെയാണ്. അതായത് നമുക്ക് ഇത് ഒരു ക്വീനാണ്, ക്വീൻസ് എല്ലാം നർച്ചറിങ് ആണ്. പക്ഷേ ഇവിടെ ഈ ക്വീനിൻ്റെ പ്രത്യേകത, ഇവർ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇവർ എന്താണ് ഇൻ്റലിജൻസിൻ്റെ ക്വീനാണ്, അതുപോലെ തോട്ടിൻ്റെ ലോജിക്കിൻ്റെ ഒക്കെ ക്വീനാണ്. ഇവരുടെ പ്രത്യേകത, ഇവർക്ക് കൃത്യമായിട്ട് അൺബയസ്ഡ് ആയിട്ടുള്ള ജഡ്ജ്മെൻ്റ് എടുക്കണം. ഇവർക്ക് എന്താണ് അൺബയസ്ഡ് ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ശരിക്കും എന്താണ് ഏകപക്ഷീയമായിട്ടുള്ളതല്ലാത്ത എന്താണ് ഒരു പക്ഷവും ചേരാത്ത ജഡ്ജ്മെൻ്റ് എടുക്കണം. അപ്പോൾ അതിനവർക്ക് ക്ലാരിറ്റി വേണം. അപ്പോൾ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇവർ ചോദ്യം ചെയ്യും. ഇവർ ചോദ്യം ചെയ്യുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരു ക്വീൻ ഓഫ് സോഡിൻ്റെ എനർജി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇന്ന ദിവസം ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എന്തിനാണ് ക്വീൻ ഓഫ് സോഡ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസും 10 ഓഫ് വാണ്ട്സും ആണ്. ഇത് മിക്കവാറും നിങ്ങൾക്ക് പൈസയുമായി ബന്ധപ്പെട്ടിട്ട് എവിടെയെങ്കിലും പൈസ സ്റ്റക്കായി നിൽപ്പുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് കിട്ടേണ്ട പണമാണ്, പക്ഷേ അത് എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അത് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കിട്ടേണ്ട സമയം കഴിഞ്ഞു കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു ഓവർ ബേർഡൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അത് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മറ്റുള്ളവരോട് എത്ര നാളായി, എന്താണ് തരാത്തത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കാൻ പറ്റുന്നില്ല, കാരണം നിങ്ങൾക്ക് ഒരുപാട് തലയിൽ ഭാരം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ്. ഇത് ചോദ്യം ചെയ്യാനും ചോദ്യം ചെയ്യപ്പെടാനുമുള്ള സാധ്യതയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ഹെക്റ്റിക് ആയിരിക്കും, ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് തന്നെ ആയിരിക്കും, ഞാൻ എന്തിനാണ് ഇതെല്ലാം എടുത്ത് തലയിൽ വെച്ചേക്കുന്നതെന്ന് ചോദിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണോ ഈ ബേർഡനൊക്കെ തലയിൽ വെച്ചിരുന്നത് അവരോട് എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാൻ എന്തിനാ ഇതെല്ലാം ഏൽക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നതാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്, വൈ ഷുഡ് ഐ ഹോൾഡ് ഓൾ ദീസ് തിങ്സ് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ഫസ്റ്റ് കാർഡ്, ക്വീൻ ഓഫ് സോഡ്സ്. 2 ഓഫ് സോഡാണ്, സോഡ് എനർജി ആണല്ലോ. 2 ഓഫ് സോഡ് എന്ന് പറയുന്നത് ഇൻഡിസിഷനാണ്. ഒരു തീരുമാനം എടുക്കേണ്ടി വരുമെന്ന്, പക്ഷേ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ തീരുമാനം ഒരുപക്ഷെ നിങ്ങളെ വേദനിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് നിങ്ങളൊരു ഇൻഡിസിഷൻ ആയിട്ടുള്ളൊരു ക്രോസ് റോഡിൽ നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ആക്ഷൻ എടുത്താൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും, പക്ഷേ നിങ്ങളിന്ന് ആക്ഷൻ എടുക്കുന്നില്ല. നിങ്ങൾ ഇൻഡിസിസീവ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതാണ് ഒരു തീരുമാനം എടുക്കേണ്ട ദിവസമാണ്, പക്ഷേ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ദെൻ 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് നിങ്ങളിലേക്ക് ധാരാളം പണം വരും, പക്ഷേ വരുന്ന പണം അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കപ്പെടും എന്നുള്ളതാണ്. അതായത് പൈസ അവിടെ നിന്നൊക്കെ വരുന്നതിനേക്കാൾ സ്പീഡിൽ നമ്മുടെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയില്ലേ, അതാണ് ഒരു കാര്യം അതാണ്. അതുപോലെ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടി നമ്മുടെ കയ്യിലേക്ക് പണം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ആ പണത്തിനെ വേണ്ട രീതിയിലാണോ വിനിയോഗിക്കുന്നതെന്ന് നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. നമ്മളതിൽ കൃത്യമായി ഇൻവിജിലേഷൻ നടത്തുക എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ കൊണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല, ആവശ്യമില്ലാതെ പണം സ്പെൻഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്കൊരു തോന്നൽ വരും, ഞാൻ ഈ ചെയ്തത് ശരിയായോ, അല്ലെങ്കിൽ ഈ പണം ഞാൻ ആവശ്യമില്ലാത്തടത്താണോ സ്പെൻഡ് ചെയ്തതെന്നൊക്കെ ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പൈസ ചിലവാക്കി കഴിയുമ്പോൾ പക്ഷേ ഞാനത് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആലോചിക്കണം, ഞാനിപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളത്. ആവശ്യമാണോ അനാവശ്യമാണോ, അല്ലെങ്കിൽ അത്യാവശ്യമാണോ ആവശ്യമാണോ അനാവശ്യമാണോ എന്ന് കാര്യങ്ങളെ സോർട്ട് ചെയ്യണം ആദ്യമേ. അതിന് ശേഷം മാത്രമേ പണം വിനിമയം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ധാരാളമായിട്ട് പണം വരുമെന്നും അതുപോലെ തന്നെ പണം വിനിയോഗിക്കപ്പെടുമെന്നും കാണുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് പണം കൊടുത്ത് സഹായിക്കാൻ പറ്റുമെങ്കിൽ കൊടുത്ത് സഹായിക്കണം. നിങ്ങളൊന്ന് കൊടുത്ത് സഹായിക്കുമെന്ന് കാണുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അർഹതപ്പെട്ടവർക്കാണോ അത് കൊടുക്കുന്നതെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് മനസ്സിൽ വരേണ്ടതുണ്ട്. എല്ലാവർക്കും തുല്യമായി
കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇതുവരെ നിങ്ങൾ ഒരു ഇത് ഗിവിങ് ആൻഡ് ഷെയറിങ് ആണ്, അതുപോലെ റിസീവിങ് ആൻഡ് ഗിവിങ് ആണ്. ഇത്രയും നാൾ നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നവരാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് കിട്ടുക, അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നവരാണെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിനനുസരിച്ച് മറ്റുള്ളവർക്കും കൂടെയൊക്കെ ദാനം ചെയ്യാനൊക്കെ ശ്രമിക്കണം കേട്ടോ. ന്യായമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് 6 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. പിന്നെ പണം കൃത്യമായിട്ട് നോക്കി ചിലവാക്കുക. ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ സ്പീഡിൽ പണം സ്പെൻഡായി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനുശേഷം അത് ചെയ്തതിന് ശേഷം അയ്യോ ഇന്ന് അത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, അല്ലെങ്കിൽ ഇന്നത് മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് ഓർത്തിട്ട് കാര്യമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പണം വിനിയോഗം ചെയ്യുന്നതിന് മുമ്പായിട്ട് ആലോചിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, അതാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഉണ്ടോ 5 ഓഫ് പെൻറ്റക്കിൾസ് ധനനഷ്ടമാണ്. പണം വിനിമയം ചെയ്ത് കഴിയുമ്പോൾ അതിൽ നഷ്ടബോധത്തിലിരിക്കുക, ഫിനാൻഷ്യൽ ലോസ്, അതുപോലെ പണമില്ല എന്ന ചിന്ത. ഇന്ന് നിങ്ങൾക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം വരുന്നുണ്ടായിരിക്കും, പക്ഷേ അത്രയും പണം നിങ്ങളുടെ കയ്യിലില്ല. അപ്പം എന്തെങ്കിലും ഇല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വരുമല്ലോ, പുവർ മണി മൈൻഡ് സെറ്റ്. എനിക്ക് പണമില്ല, എനിക്ക് അതിന് പണമില്ല, ഇതിന് പണമില്ല എന്നുള്ളൊരു തോന്നലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹം തോന്നും. ഇനി നിങ്ങളെടുത്ത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ബാലൻസ് ചെക്ക് ചെയ്യും. ഇത്രയും പൈസ കൊണ്ട് ഞാൻ ഇങ്ങനെ അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ളൊരു തോന്നൽ നിങ്ങളിൽ വരുന്നതാണ്, ഒന്നും കൂടെ ആവാനും സാധ്യതയുണ്ട്. അതുപോലെ ധനനഷ്ടം വരാനും, നമ്മൾ എന്തെങ്കിലും പണം സ്പെൻഡ് ചെയ്തതിന് ശേഷം അയ്യോ അത് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്നത്, അതുപോലെ ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ കൊണ്ട് പണം സ്പെൻഡ് ചെയ്യുന്നത്, അതൊക്കെയുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു വൈയായികയുടെ കാർഡും കൂടിയാണ്. അതായത് കാലിനോ കഴുത്തിനോ കൈക്കോ ഒക്കെ ഒരു വേദനയോ അല്ലെങ്കിൽ മുറിവോ ഒക്കെ പറ്റിയിട്ട് നമുക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ, കഴുത്ത് ഭാഗം കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ സ്കിന്നാവാമേ, അങ്ങനെയുള്ള ഒരു അസുഖം വന്നിട്ട് നമുക്ക് വയ്യാന്ന് തോന്നുന്നൊരു ഇൽ ഫീലിംഗ് ആണ്. വേദന കൊണ്ടോ മുറിവ് കൊണ്ടൊക്കെ ആയിരിക്കാം, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ, അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുപോലെ മാനസികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടിലായിരിക്കും. ചിലപ്പം ഈ ശാരീരികമായിട്ടുള്ള അവസ്ഥ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പണമില്ലെന്ന തോന്നൽ കൊണ്ടായിരിക്കാം മാനസികമായിട്ട് കുറച്ച് സമ്മർദ്ദപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇതൊരു റിലേഷൻഷിപ്പിലൊക്കെ കോൺഫ്ലിക്റ്റ് ഉള്ള ആളുകളെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും വീട് വിട്ടിറങ്ങി പോകണം, ഈ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരുന്നതാകാൻ സാധ്യതയുണ്ട്. പിന്നെ പൈസ ചിലവ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഇതേ ഫീലിംഗ് വരും. അതായത് നിങ്ങൾ ജോലി ചെയ്യുന്നു, പണം ഉണ്ടാക്കുന്നു, പക്ഷേ പണം നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, മറ്റു പല ആവശ്യങ്ങൾക്കായിട്ട് പണം സ്പെൻഡായി പോകുന്നു. അപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഞാൻ ഇത്രയും പൈസയ്ക്ക് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു ഇൽ ഫീലിംഗ് വരത്തില്ലേ, ആ ഫീലിംഗ് ആവാനും സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഇത് വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഫിനാൻഷ്യൽ ലോസ് ആണ്, അപ്പോൾ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിക്കണം എന്നുള്ളതാണ് കേട്ടോ. പ്രത്യേകിച്ചും ബന്ധങ്ങളിൽ വിള്ളലുകളുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇന്നൊരു കോൺഫ്ലിക്റ്റ് പോലെ തോന്നും. എങ്ങനെയും ഇറങ്ങി പോയാൽ മതിയെന്നോ, ഈ ബന്ധത്തിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണമെന്നോ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്നോ ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ഇത് ചിലപ്പോൾ വാടക വീട്ടിലൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ വാടക കൊടുക്കാനില്ലാത്തതുകൊണ്ട് വേറെ വീട്ടിലേക്ക് മാറി പോകുന്നതായിരിക്കാം. ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ബാക്കി പൈസ ഇനി വരാൻ പോകുന്ന റീപേയ്മെൻറ്റുകളൊക്കെ എങ്ങനെ മീറ്റ് ചെയ്യുമെന്ന് ഓർത്തിട്ട് എവിടെയെങ്കിലും ഇറങ്ങിപ്പോയി ഒരു ജോലി കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കുന്നതോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയിട്ട് പൈസ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കണമെന്ന് വിചാരിക്കുന്നതോ, ആരെങ്കിലും മീറ്റ് ചെയ്താൽ ജോലി കിട്ടുമോ പൈസ കിട്ടുമോ എന്നൊക്കെ ചിന്തിക്കുന്നതൊക്കെ ആകാൻ സാധ്യതയുണ്ട്. കാരണം പൈസ ഇല്ലല്ലോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ഇത്തരം ചിന്തകളൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് 5 ഓഫ് പെൻറ്റക്കിൾ. പ്രത്യേകിച്ചും പൈസ ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ. നെക്സ്റ്റ് കാർഡ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് പൈസയ്ക്ക് വളരെ അത്യാവശ്യപ്പെട്ടിരിക്കുന്ന ആരോ ഉണ്ടല്ലോ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളാണ്. പിന്നെ ഇത് നർച്ചറിങ് മദറാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു പേരൻ്റാണ്, ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പേരൻ്റാണ്. നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അതുപോലെ പാരമ്പര്യ സ്വത്തിലേക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സ്വത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക, വീടിനെ സംരക്ഷിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് ഈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. നർച്ചറിങ് മദറാണ് കേട്ടോ. ഇതാണ് നർച്ചറിങ് മദർ. അതായത് നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ പാരമ്പര്യത്തെയും മക്കളെയും ഒക്കെ പരിപാലിക്കുന്ന ആളാണ്. അപ്പോൾ ഇതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. അവർ കൂടുതൽ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ പണത്തിനെ എങ്ങനെ പരിപാലിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്താൻ സാധ്യതയുണ്ട്. പക്ഷേ ചില മനുഷ്യർക്ക് പണം തികയുന്നില്ല, അവർ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്കൊക്കെ നോക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അതാണ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ കിങ് ഓഫ് സ്വോർഡ്സ് ആണ്. ഇതും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് മുറിരണ്ടാണ്, നേരെ പോവാണ്, ക്ലാരിറ്റിയോടുകൂടി ചിന്തിക്കുന്നുള്ളതാണ്. അതായത് ഇന്ന് പക്ഷം ചേരാതിരിക്കുക, വഴക്കുകളൊക്കെ ഉണ്ടാകുന്നത് കാണുവാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയും ഓടി രക്ഷപ്പെട്ടോണം.
വഴക്കിൻ്റെ കാർഡാണിത്. അപ്പോൾ നമുക്കിന്നൊരു വഴക്കാളി എനർജി ആയിരിക്കും. അപ്പോൾ നമ്മളായിട്ട് ആരോടെങ്കിലും കോൺഫ്ലിക്റ്റിന് പോയാൽ നമ്മൾ നേരെ നിന്നായിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ നമുക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നം തീരും. അപ്പോൾ പുതിയ ശത്രുക്കൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യം കഴിഞ്ഞു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അവിടെ പുതിയ ശത്രുക്കൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ വിചാരിക്കും നമ്മൾ അവരുടെ പക്ഷം പറയുമെന്ന്. പക്ഷേ നമ്മളിവിടെ നിഷ്പക്ഷമായിട്ട് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അവരുടെ ശത്രുവാവുകയാണ് ചെയ്യുന്നത്. കാരണം അവരെ എനിക്ക് വേണ്ടി സംസാരിച്ചില്ലല്ലോ എന്ന് ആ നിൽക്കുന്ന ആളുകൾ വിചാരിക്കും. അപ്പോൾ ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് കിങ് ഓഫ് സ്വോർഡ്സ്. ഇത് ക്ലാരിറ്റിയുടെ കാർഡാണ്. അതുപോലെ ഇന്ന് ഹൃദയം കൊണ്ടല്ല തലച്ചോറ് കൊണ്ടാണ് തീരുമാനം എടുക്കേണ്ടത്. എന്ത് വന്നാലും തീരുമാനം എടുക്കുന്നത് ഇമോഷണലി ആയിരിക്കരുത്. ഇവിടെ സെക്കൻഡ് കാർഡ് വന്നത് 2 ഓഫ് സോഡായിരുന്നു. തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്നൊരു എനർജി ആയിരുന്നു. നമ്മൾ ആക്ഷൻ എടുത്താൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ്. അതിന് ക്ലാരിറ്റി ഇല്ലാത്തതാണ് പ്രശ്നം. കാരണം ഇവിടെ ക്ലാരിറ്റി വരുമ്പോൾ നിഷ്പക്ഷമായിട്ട് നമുക്ക് ആ തീരുമാനം എടുക്കാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെന്തൊരു തീരുമാനം എടുക്കേണ്ട ദിവസമാണ്. അത് കൃത്യമായി നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ അവിടെ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തീരുമാനം എടുക്കത്തില്ല എന്ന് മാത്രമല്ല അവിടെ വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വെറുതെ ആരോടും ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അതാരാ, അതെന്തിനാ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാ അവിടെ പോയത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ആരോടും ക്ലാരിറ്റിക്ക് പോയി വഴക്കുണ്ടാക്കാൻ നിൽക്കേണ്ട എന്ന ദിവസം. സൺ കാർഡാണ്. ഇതൊരു യാത്രയുടെ കാർഡാണ്. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ യാത്ര പോകുന്നുണ്ടായിരിക്കും. ഇതൊരു ഹീലിങ്ങിൻ്റെ കാർഡും കൂടിയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കൊക്കെ നിങ്ങളുടെ ഹീലിങ്ങിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. നിങ്ങളീ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു കാർമിക് പ്ലേസ് ആയിരിക്കും. നിങ്ങൾ മുൻപ് ജീവിച്ചിരുന്ന ഇടമായിരിക്കാം. നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സൊക്കെ നടക്കുന്നത് കൊണ്ട് നിങ്ങളവിടെ പോകുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഹീല് ചെയ്യപ്പെടേണ്ടത് കൊണ്ട് നിങ്ങളവിടെ പോകുന്നതായിരിക്കാം. നിങ്ങളീ പോകുന്ന സ്ഥലം നിങ്ങളുടെ ഹീലിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ഹീല് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നതാണ് ഈ സൺ കാർഡ്. പുതിയ തുടക്കം ഉണ്ടാവുന്നു എന്നാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സൈക്കിൾ ആരംഭിക്കുന്നു. അവിടെ ഒരു ഇന്നസെൻ്റ് ആയിട്ട് പാസ്റ്റിലെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആയിട്ട് വളരെ ഇന്നസെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് ഈ സൺ കാർഡ് പറയുന്നത്. ഓക്കെ, അപ്പം സൺ കാർഡ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, വളരെ ഇന്നസെൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും. ഒരു പുതിയ തുടക്കമാണ്. ചിലപ്പം നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ കുറേ കർമാസ് ഇന്ന് ക്ലിയർ ആവുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുന്നുണ്ട്, പ്രത്യേകിച്ച് ഇത് സമൃദ്ധിയുടെയും അതുപോലെ ഇന്നസെൻസിൻ്റെയൊക്കെ കാർഡാണ്, പാസ്റ്റ് ലൈഫിൻ്റെ കാർഡാണ്. അപ്പോൾ ഇത് നിങ്ങളിന്ന് ഒരു ക്ലെൻസിങ് ഹീലിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാർമിക് പ്ലേസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു സന്ദർശനം കഴിയുന്നതോടുകൂടി നിങ്ങളിൽ വളരെയധികം ഹീലിംഗ് നടക്കുന്നതായിട്ടും നിങ്ങൾ ക്ലെൻസ് ചെയ്യപ്പെടുന്നതായിട്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, പുതിയ തുടക്കം എന്നാണ് സൺ കാർഡ് പറയുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ കാത്തിരുന്ന ഒരു ഓഫർ ആയിരിക്കാം, കാത്തിരുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഒരു റിലേഷൻഷിപ്പിൽ വിട്ടിട്ട് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ട് ഡിപ്രഷനെ കൂടെയൊക്കെ പോയിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിയെ ലെറ്റ് ഗോ ചെയ്തിട്ടില്ല. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് വീണ്ടും കാത്തിരിക്കുകയാണ്. അവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ കമ്മ്യൂണിക്കേഷനൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർ നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ഇത് രണ്ടുമല്ല എന്നുണ്ടെങ്കിൽ അവരെപ്പോലെ തന്നെ തോന്നിപ്പിക്കുന്ന അവരുടെ സെയിം പാറ്റേൺ കാണാൻ ഒരുപോലെയോ സംസാരം ഒരുപോലെയോ അല്ലെങ്കിൽ അവരുമായി സാമ്യമുള്ള എന്തെങ്കിലും പെക്യൂലിയറിറ്റീസ് ഉള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടാനും അവരിലോട്ട് നിങ്ങൾക്കൊരു അട്രാക്ഷൻ തോന്നാനും അവർക്ക് നിങ്ങളോടൊരു താല്പര്യം തോന്നാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പുതിയ ഒരാൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. ആ ആൾക്ക് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന റിലേഷൻഷിപ്പിലുള്ള ആളുടെ കുറേ സാമ്യതകൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് നൈറ്റ് ഓഫ് കപ്പ് പറയുന്നത്. ഇതൊരു ഓഫർ, ഒരു ജോബ് ഓഫറോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പോ ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതാകാം. അതും അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാകാനും സാധ്യതയുണ്ട്. നെക്സ്റ്റ് 8 ഓഫ് കപ്പാണ്. 8 ഓഫ് കപ്പ് എന്ന് പറയുന്നത് ഇതൊരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ കാർഡാണ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്. ഇവിടെ നിറഞ്ഞ കപ്പുകളാണുള്ളത്, പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് ഇതല്ല. നിങ്ങൾക്ക് വേറെ ഏതോ ഒരു മേഖലയിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾ വീണ്ടും ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുന്നു എന്നുള്ളതാണ് ഈ 8 ഓഫ് കപ്പ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു പുതിയ മേഖല കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ തലം മാറിയിട്ട് നിങ്ങൾ മറ്റൊരു തലത്തിലേക്ക് കടന്നു പോകുന്നതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇമോഷണലി നിങ്ങൾക്കൊരു ഡിസ്കണക്ഷൻ, ചിലരോടൊക്കെ
ഇമോഷണൽ കണക്ഷൻ തോന്നാനും അവരോട് മിണ്ടാതിരിക്കുക, അവരെ അവോയ്ഡ് ചെയ്യുക. ചിലപ്പോൾ എല്ലാവരെയും കേട്ടോ, ഇന്ന് ലൈഫിൽ എല്ലാവരെയും അവോയ്ഡ് ചെയ്യുക, ചിലപ്പോൾ എല്ലാവരോടും ഡിറ്റാച്ച്മെൻറ്റ് തോന്നുക, അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് 8 ഓഫ് കപ്പ് പറയുന്നത്. ബോട്ടം ഏസ് ഓഫ് വാൺസ് ആണ്. പുതിയ ജോബ് ഓഫർ ആയിരിക്കാം, പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കുന്ന ആളുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ഇന്ന് ജോലിയിൽ ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. ഒരു പുതിയ തുടക്കമാണ്, അല്ലെങ്കിൽ പുതിയൊരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് തോന്നുന്നു എന്നാണ്. പുതിയൊരു തുടക്കം വരുന്നു, പുതിയൊരു ആശയം, ചിലപ്പോൾ ജോബുമായി ബന്ധപ്പെട്ടായിരിക്കാം, ഒരു പാഷനുമായി ബന്ധപ്പെട്ടായിരിക്കാം, നമുക്കൊരു പുതിയ സംരംഭം തുടങ്ങുന്നതിനെക്കുറിച്ചൊരു ആശയം വരിക. അത്തരത്തിൽ എന്തോ ഒരു പുതിയ കാര്യം നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാനായിരിക്കും പോകുന്നത്. അപ്പോൾ ഇത് ഏസ് ഓഫ് വാൺസ് പുതിയ തുടക്കമാണ്. ഒരു പുതിയ പ്രോജക്റ്റോ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം പഠിക്കുന്നതോ പുതിയ പാഷനെ ചേസ് ചെയ്യുന്നതോ അത്തരത്തിലുള്ളൊരു കാര്യമാണ്. എന്തായാലും അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും നല്ല സമയമാണ്, ഏറ്റവും ഫെർട്ടിലിറ്റി ഉള്ള ദിവസമാണ്, ഏറ്റവും നല്ല സമയമാണ്, തുടങ്ങാൻ പറ്റിയ സമയമാണെന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. എന്താണ് ലവേഴ്സിന് ഇന്നത്തെ ദിവസം കിട്ടുന്ന ഗൈഡൻസ്? എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ടല്ല പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലേക്ക് മറ്റുള്ള ആളുകളുടെ സഹായം തേടാമെന്നാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സഹായം തേടാമെന്ന് പറയുന്നുണ്ട്. ദെൻ റൊമാൻറ്റിക് ഫീലിങ്സ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫീലിങ്സ് റിയൽ ആണ്, വെർത്ത് എക്സ്പ്ലോറിംഗ് ആണ്, വെർത്ത് എക്സ്പ്ലോറിംഗ് ആണ്. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ്. നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നത് ശരിയാണോ, നിങ്ങൾ സ്നേഹിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളോട് പറയാണ് ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ്. നിങ്ങളുടെ ഹൃദയം തുറന്നു വയ്ക്കുക. നിങ്ങൾ ഹയസ്റ്റ് എനർജിയായ ലവിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക. നിങ്ങൾ സ്നേഹത്തിന് അർഹരാണ് എന്നുള്ളതാണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത്. ദെൻ പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ്. എന്തെങ്കിലും റെഡ് ഫ്ലാഗ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഷനിങ് തരുന്ന എന്തെങ്കിലും റെഡ് ഫ്ലാഗുകൾ കാണുന്നുണ്ടോ എന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ നോക്കണം എന്നും പറയുന്നുണ്ട്. അപ്പം ചുറ്റുമൊക്കെ നോക്കുക. വേണ്ട എന്ന് പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കിന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ടോ, റെഡ് ഫ്ലാഗ്സ് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ദെൻ എന്താണെന്ന് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്? എന്താണെന്ന് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ ആണ്. നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കുക. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മെൻറ്റർ, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഗൈഡ്. നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കുക, നിങ്ങൾക്കുള്ള ഉത്തരം അവിടെ തന്നെ കിട്ടും. ഓക്കെ, സെക്കൻഡ് കാർഡ് ഇംപ്രൂവിങ് ഹെൽത്ത് ആണ്. അപ്പോൾ ഹെൽത്ത് വൈസ് കുറച്ച് ബാക്കായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഹെൽത്ത് ഓൾറെഡി വീക്ക് ആണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ഇന്ന് നിങ്ങൾ കുറച്ച് ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കുക. തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം, റെസ്റ്റ് എടുക്കണം. മഴയാണെന്ന് വിചാരിച്ച് വെള്ളം കുടിക്കാതെ ഒന്നും ഇരിക്കരുത്. യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. തലവേദനയും യൂറിനറി ഇൻഫെക്ഷനൊക്കെ, വയറിന് പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ ശ്രദ്ധിക്കണേ. ദെൻ അബണ്ടൻസ് ആണ്. ധാരാളം പണം നിങ്ങളിലേക്ക് വരും, അബണ്ടൻ്റ് ആയിട്ടിരിക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ എത്ര പോസിറ്റീവായിട്ടിരിക്കുന്നു അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ കുറച്ച് മെലോഡിയസ് ആണ് പാട്ട് കേൾക്കുന്നതെങ്കിൽ അതേ ടോണിലുള്ള അത്തരത്തിലുള്ള പാട്ടുകൾ മാത്രമേ പിന്നെ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. നമ്മുടെ തോട്ട്സ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും നമ്മുടെ തോട്ടായിട്ട് വരിക. അത് നമ്മളെ കുറച്ച് നല്ല എനർജിയിൽ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ല കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഏറ്റവും ലോവർ എനർജിയിലാണെങ്കിൽ നമ്മൾ ഫിസിക്കലി വീക്കാവും, മെൻ്റലി വീക്കാവും, നമ്മുടെ ചിന്തകൾ വീക്കായിരിക്കും, പിന്നെ നമുക്ക് എണീറ്റ് നടക്കാൻ പോലും തോന്നത്തില്ല. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഓവറായിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പെയിൻ തോന്നുക അല്ലെങ്കിൽ ഒരു ഡൗൺ ആയതുപോലെ തോന്നുവാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് എണീക്കുക, ഒന്ന് നടക്കുക, ഒന്ന് വെള്ളം കുടിക്കുക, കൈയും കാലൊക്കെ ഒന്ന് കുടയുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാണ്ടർ ചെയ്തിട്ട് തിരിച്ചു വരിക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ എനർജി ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ, എപ്പോഴും പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക. ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ വളരെ മോശമായിരിക്കും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല പാട്ടുകൾ കേൾക്കുക,
അല്ലെങ്കിൽ ആ വഴക്കുണ്ടാകുന്ന സാഹചര്യങ്ങളിലാണെങ്കിൽ വഴക്കിൽ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും പോയിരിക്കുക, വേറെ ആരോടെങ്കിലും സംസാരിക്കുക, ഫോണെടുത്ത് നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന ആരോടെങ്കിലും സംസാരിച്ച് 2 സിനിമയിലെ പൊട്ട തമാശ ഒന്നിച്ചിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ കുറച്ചൊന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്നുള്ള ആ ഒരു മൂഡുണ്ടല്ലോ, അതൊന്ന് മാറി കിട്ടിയാൽ പിന്നെ നമുക്ക് ആ മൂഡിൽ നിന്ന് മാറാൻ പറ്റും. നമ്മൾ ഇതിൽ തന്നെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഒട്ടും അതിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെയും പുറത്തിറങ്ങാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു സോ മച്ച്.